നാരായണ സാർ, ഇവിടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും പാർലമെന്റിലൊന്നും മോദി ശൈലിക്ക് ഒരു മാറ്റവുമില്ല. രാജ്യവ്യാപകമായി കോളിളക്കം സൃഷ്ടിച്ച വഖഫ് ബില്ല് യാഥാർത്ഥ്യമാക്കുന്നു. പ്രതിപക്ഷം എതിർപ്പ് ഉന്നയിക്കുമ്പോഴും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയും ചങ്കുറപ്പോടുകൂടി മോദി സർക്കാരിന് ഓരോ കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? സൂചിപ്പിച്ച പോലെ ഒരു വീണ്ടെടുക്കലിന്റെ കാലമാണെന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയാണത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 അല്ലെങ്കിൽ 11 വർഷം എടുക്കുകയാണെങ്കിൽ ലോകം തന്നെ വളരെ വലിയൊരു ഡാർക്ക് പീരീഡിൽ കൂടെ കടന്നു പോയതാണ്. അതിൽ 3 വർഷം കോവിഡും അതിനുശേഷം ഉള്ള യുദ്ധങ്ങളും ആയിട്ടുള്ള വളരെ കാർമേഘഭരിതമായിട്ടുള്ള ഒരു ലോക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. നേട്ടങ്ങൾ എന്നുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു ലോകത്ത് തന്നെ ഇന്ത്യയുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കാൻ രീതിയിലുള്ള പല പദ്ധതികളും നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ സാധിക്കുന്ന ഒന്ന് വെച്ചാൽ G20യുടെ സക്സസ്. അത് ലോക വേദികളിൽ ഇന്ത്യ എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ വളരെ വ്യക്തമായ ഒരു തെളിവായിരുന്നു G20യുടെ വൻതോതിലുള്ള ഒരു സക്സസ്. എന്ന് വെച്ചാൽ G20യുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് G20 സമ്മേളനം അവസാനിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ എല്ലാ രാജ്യങ്ങളും ഒപ്പുവെക്കുന്ന രീതിയിലുള്ള ഒരു കൺസെൻസസ് രേഖ മുന്നോട്ട് വയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചത്. അത് മാത്രവുമല്ല, ഇത് ഇന്ത്യക്കുള്ള ആക്സെപ്റ്റൻസ്, ലോക ഭൂപടത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തിനുള്ള ആക്സെപ്റ്റൻസ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വളരെ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു സ്റ്റേക്ക്, ഇന്ത്യയുടെ അഭിപ്രായങ്ങൾക്കുള്ള മാന്യത, ഇതെല്ലാം വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്ന ഒരു 11 വർഷമാണ് നമ്മൾ കണ്ടത്. അതിനുള്ള വേറെ ചില കാരണങ്ങൾ കൂടെയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യുദ്ധത്തിന്റെയും കോവിഡിന്റെയും ഒക്കെ ഉള്ള ഒരു കാർമേഘങ്ങൾ ഉണ്ടാവുന്നത് പോലെ തന്നെ ഒരു ചൈന എന്നുള്ളൊരു ഫാക്ടർ ലോകത്തിന്റെ മുമ്പിൽ വലിയൊരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു ചൈനയ്ക്ക് ബദലായി അല്ലെങ്കിൽ ചൈന പ്ലസ് എന്ന ഒരു പോളിസി ലോകം മുഴുവൻ അന്വേഷിച്ചപ്പോൾ ആ സ്പേസിലേക്ക് കടന്നിരിക്കാൻ തക്ക രീതിയിൽ ഇന്ത്യയെ ശക്തമാക്കി എന്നുള്ളതാണ് ഈ ഭരണകൂടത്തിന്റെ ഒരു കരുത്തെന്ന് എനിക്ക് പറയാൻ പറ്റും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചൈനയിൽ നിന്നിപ്പം ഐഫോണുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഐഫോൺ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ രാജ്യമാണ് ഇന്ത്യ. $1 ബില്യൺ ഐഫോൺ കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒട്ടനവധി കമ്പനികൾ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ സാഹചര്യം വളരെ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. ചൈനയുമായിട്ടുള്ള കമ്പാരിസന്റെ കാര്യത്തിൽ തന്നെ ഒരു ജനാധിപത്യ രാജ്യത്തിന് ഇത്രയും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വലിയ വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്. ചൈനയെ പോലെ അല്ല ഇന്ത്യ. ഒരു ഓട്ടോക്രാറ്റിക് രാജ്യത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഒരാൾ തീരുമാനിച്ചാൽ. പക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് അതിന്റെ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന് സാധ്യതകൾക്കുള്ളുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വൻ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ സർക്കാരിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് അംഗീകരിക്കേണ്ട തന്നെ ഒരു കാര്യമാണ്. ഇത് മാത്രമല്ല, ഈ സർക്കാരിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതിന് ഒരു പൊളിറ്റിക്കൽ റിസ്ക് എടുക്കാനുള്ള ഒരു കഴിവ് ഈ സർക്കാരിനോളം ഈ അടുത്ത കാലത്ത് മറ്റാരും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈവൻ മൈനോറിറ്റി ഗവൺമെന്റ് ആയിട്ട് പോലും ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ഒരു സംഗതി ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തുക എന്നുള്ളത് വലിയൊരു പൊളിറ്റിക്കൽ റിസ്ക് ആണ്. ഒരു ചെറിയ ഒരു കൈപ്പിഴവ് എന്നുള്ളത് മൊത്തം ആ രാഷ്ട്രീയ പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ റിസ്ക് എടുക്കാനുള്ള സർക്കാരിന്റെ ഒരു സന്നദ്ധത, ഇതെല്ലാം ഇതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് മാത്രമല്ല, ചെറിയ മേഖലയിലേക്ക് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു വീണ്ടെടുക്കുന്നത്. ഇപ്പൊ സോളാർ എനർജിയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ലോകത്തെ 3ാമത്തെ ഏറ്റവും കൂടുതൽ സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. വിൻഡ് എനർജിയിൽ നമ്മൾ ആരും പ്രതീക്ഷിച്ചല്ല. യൂറോപ്പിലെല്ലാം വിൻഡ് മില്ലുകൾ നമ്മൾ കണ്ട് അത്ഭുതം കൂറി നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ വിൻഡ് എനർജിയിൽ നമ്മൾ 4ാമത്തെ സ്ഥാനത്താണ്. ആയുധങ്ങൾ ഉണ്ടാക്കുക, ഇന്ത്യക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ലോകത്തൊരാളും വിചാരിച്ചിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആയുധത്തിന്റെ എക്സ്പോർട്ടിൽ, അതായത് സ്മോൾ ആംസിന്റെ എക്സ്പോർട്ടിൽ, അതിന്റെ കോമ്പണന്റ് എക്സ്പോർട്ടിലും എനിക്ക് തോന്നുന്നത് 30 മടങ്ങാണ് വ്യത്യാസം ഉണ്ടായത്. സോളാർ എനർജിയുടെ കാര്യത്തിലാണെങ്കിൽ അത് ഒരു 50-40 മടങ്ങാണ് എക്സ്പോർട്ടിൽ, അതായത് അതിന്റെ പ്രൊഡക്ഷനിലും ഉണ്ടായിട്ടുള്ള മാറ്റം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള ഒരു ഷിഫ്റ്റ്
ഈ സർക്കാരിന് മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് ചാലഞ്ചുകളുണ്ട്. പക്ഷേ ഇന്ത്യയെ പോലുള്ള ഒരു 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള പദ്ധതികളെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് വളരെ സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ചില 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 സംഗതികൾ ആവശ്യമുണ്ട്. പ്രധാനമായും ഈ ഫാമേഴ്സിന്റെ കാര്യങ്ങളിൽ, അതായത് കർഷകരുടെ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചാലഞ്ചസ് ഇന്ത്യ ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഏറ്റവും വലിയ ഉദാഹരണം എന്താ വെച്ചാൽ, ഒരു 140 കോടി ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു 60 കോടി ജനങ്ങൾ പാടത്ത് പണിയെടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ വളർന്നിട്ട്. കാരണം നമുക്ക് അപ്പൊ ഒരുപാട് കൂടുതൽ ആളുകൾ വലിയ രീതിയിൽ ഇപ്പോഴും കാർഷിക മേഖലയിൽ തന്നെ കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പൊ അവരെ മൈഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒട്ടനവധി വലിയ ചാലഞ്ചുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ പോലും ഒരു ജനാധിപത്യ വ്യവസ്ഥിതിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഈ സർക്കാരിന് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രധാന കാരണം അതിന്റെ ഒരു ഇച്ഛാശക്തിയാണ്. അത് രാജ്യത്തിന്റെ ആത്മവീര്യത്തെ ഉയർത്താനും സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, പത്മജൻ സാർ.